ഇത് ഓന്തോ വിശ്വചെറ്റയോ? i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടം. അടുത്തിടെ വരെ ശശി തരൂരിനെ വിശ്വപൗരൻ എന്ന് വാഴ്ത്തിപ്പാടിയിരുന്ന ജനങ്ങൾ തന്നെ ഇപ്പോൾ ശശി തരൂരിനെ ഇത് വിശ്വപൗരനല്ല, വെറും ഓന്ത് വിശ്വചെറ്റ എന്നൊക്കെ വിളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന, മോദിസ്തുതിയുമായി നടക്കുന്ന ഈ ശശി വിശ്വപൗരനല്ല, വെറും വിശ്വചെറ്റയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ നിങ്ങളുടെ ശക്തമായ ആ പ്രതികരണങ്ങൾ നടത്താവുന്നതാണ്. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് സംഘടനയ്ക്കെതിരായി ശശി തരൂർ നടത്തുന്ന പ്രസ്താവനകൾ ചില്ലറ പ്രതിസന്ധികളൊന്നുമല്ല ഇപ്പോൾ പാർട്ടിക്കുണ്ടാക്കുന്നത്. കേരള നേതൃത്വത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന ശശി തരൂർ ഇപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്കും മകൻ സഞ്ജയ് ഗാന്ധിക്കുമെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് കൂടുതൽ ജനപിന്തുണ തനിക്കെന്ന ഏതോ PR ഏജൻസികൾ പുറത്തുവിട്ട വിവരങ്ങൾ സ്വയം പുറത്തുവിട്ടതിന്റെ അടുത്ത ദിവസമാണ് ശശി ഇന്ന് അടുത്ത വിവാദ പ്രസ്താവന പ്രോജക്ട് സിൻഡിക്കേറ്റ് എന്ന ഏജൻസി വഴി പുറത്തുവിട്ടിരിക്കുന്നത്. നെഹ്റു കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തുമ്പോഴും ഇന്നത്തെ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ തരൂർ പരോക്ഷമായി പ്രശംസിക്കുന്നുണ്ട്. 1975 ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ, ആത്മവിശ്വാസവും അഭിവൃദ്ധിയുമുള്ള ശക്തമായ ജനാധിപത്യ രാജ്യമാണ് ഇന്നത്തേത് എന്ന് പറഞ്ഞുകൊണ്ട് മോദി ഭരണകൂടത്തെ തരൂർ പരോക്ഷമായി പ്രശംസിക്കുന്നുമുണ്ട്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം കേന്ദ്ര സർക്കാരും BJPയും രാജ്യമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് സ്വന്തം പാർട്ടിക്കെതിരെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ തരൂരിന്റെ ഈ ചതിപ്രയോഗം. കഴിഞ്ഞ വർഷം ജൂൺ 27-ന് NDTV ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അടിയന്തരാവസ്ഥ ജനാധിപത്യ വിരുദ്ധമാണെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഭരണഘടനാ വിരുദ്ധമായിരുന്നില്ല എന്ന് ന്യായീകരിച്ച ആ തരൂരാണ് ഇന്ന് മലക്കം പറഞ്ഞത് എന്ന് കാണുമ്പോഴാണ് ജനങ്ങൾ ശശിയെ വിശ്വചെറ്റ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഈ വിശ്വചെറ്റയോട് ജനങ്ങൾ ചോദിക്കുന്നത് ഇതാണ്: കഴിഞ്ഞ 4 തവണ പാർലമെന്റിലേക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ, കേന്ദ്ര സഹമന്ത്രിയായപ്പോൾ അടിയന്തരാവസ്ഥയും ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഒന്നും ജനാധിപത്യ വിരുദ്ധരോ ക്രൂരന്മാരോ ആണെന്ന് എന്തുകൊണ്ട് ഈ ശശിക്ക് തോന്നിയില്ല എന്നാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനെതിരെ കോൺഗ്രസ് വലിയ പ്രതിരോധം തീർക്കുമ്പോൾ സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ തകർക്കുവാനുള്ള ശ്രമങ്ങളല്ലേ ഈ തരൂർ നടത്തുന്നത്. പരമാവധി പ്രകോപനമുണ്ടാക്കി ദേശീയ നേതൃത്വത്തെ കൊണ്ട് തനിക്കെതിരെ നടപടിയെടുപ്പിച്ച് BJPയിൽ ചേക്കേറാനുള്ള ശ്രമമാണ് ശശി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിശ്വചെറ്റയോട് പറയുവാനുള്ളത്, ഇരുവള്ളത്തിൽ കാലുവെച്ച് യാത്ര ചെയ്ത് കീറിപ്പോകുന്നതിന് മുമ്പേ അന്തസ്സായി പാർട്ടി വിട്ട് BJP പാളയത്തിലേക്ക് പോയിക്കൂടെ? കോൺഗ്രസ് നേതൃത്വത്തോട് പറയുവാനുള്ളത്, ഈ വിശ്വചെറ്റയെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക. യാതൊരു കാരണവശാലും ഇയാളെ പുറത്താക്കരുത്, ഇയാൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കരുത്. സ്വയമേ നാണം കെട്ടു പോവുകയോ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ചുരുണ്ടുകിടക്കുകയോ ചെയ്യട്ടെ. എന്തൊക്കെ പ്രകോപനമുണ്ടാക്കിയാലും പ്രതികരിക്കാതിരിക്കുക, അൻവറിനെ കൈകാര്യം ചെയ്തതുപോലെ ശശിയെയും കൈകാര്യം ചെയ്യുക എന്നതാണ്. കഷ്ടകാലത്തിൽ ശശിയും പാമ്പാകും എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. പൊതുജനങ്ങൾക്ക് ശശി തരൂരിന്റെ ഈ നിലപാടുകളോടുള്ള പ്രതികരണങ്ങൾ ഞങ്ങളെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിച്ചോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയോ അറിയിക്കാവുന്നതാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഇനി കെ മുരളീധരന്റെ പ്രതികരണം കാണാം. അല്ല, ഞങ്ങളിപ്പോൾ ആ വിഷയം ഇനി ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു തരൂർ വിഷയം എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല. അദ്ദേഹത്തിന് മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ നിലയ്ക്ക് പാർലമെൻ്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാമല്ലോ. ഇപ്പോൾ പാർലമെൻറ്റ് കൂടുന്ന ദിവസങ്ങളിൽ സാധാരണ MP-മാരുടെ യോഗം കാലത്ത് ചേരാറുണ്ട്. ഞാൻ അംഗമായിരുന്ന സമയത്തൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം കൃത്യമായിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചോളണമെന്നൊന്നുമില്ല. അതല്ല, അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു,
ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതെങ്കിൽ പിന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ നയം അദ്ദേഹം സ്വീകരിക്കുക. ഈ രണ്ടിലൊന്നല്ലാതെ ഇപ്പോഴത്തെ മാർഗവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയാൽ അത് പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റിനെ ബാധിക്കുന്ന വിഷയമാണ്. അത് പാർട്ടിക്കും ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ രണ്ടിലൊരു മാർഗം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണമെന്നാണ് ഒരു സഹപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതെനിക്കറിയില്ല. ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹത്തിനല്ലേ അറിയൂ. മോഡി സ്തുതിയും, അതായത് കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴികെ എല്ലാവരും സ്തുതിക്കാറുണ്ട്. അത്യാവശ്യം പിണറായിനെയും സ്തുതിക്കാറുണ്ട്. ഈ മീഡിയ വണ്ടിൻ്റെ മാനേജിംഗ് എഡിറ്റർ ടി ദാവൂദിൻ്റെ കയ്യും കാലും വെട്ടും എന്ന് പറഞ്ഞ് CPM കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു പ്രകടനം നടത്തിയിരുന്നു. അല്ല, അവരുടെ പ്രകടനത്തിൽ സ്ഥിര മുദ്രാവാക്യമാണ് കൈ വെട്ടുക കാല് വെട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ ഞങ്ങൾക്കൊക്കെ കയ്യും കാലും ഇല്ലാതെ ഇരിക്കേണ്ട സാഹചര്യം എന്നേ ഉണ്ടായിരുന്നു. അത് പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയും. ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അതിന് ആ രീതിയിൽ മാത്രമേ കാണുള്ളൂ. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയമാണ്, എതിർക്കുന്നവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കുക എന്നുള്ളത്. ആ ശൈലി ഗുണകരമാണോ അല്ലയോ എന്നുള്ള അവർ ചിന്തിച്ചാൽ മതി. പക്ഷേ അവരുടെ മുദ്രാവാക്യത്തിൽ വലിയ ഗൗരവമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. മുന്നണിയിൽ അധിക സീറ്റ് ആവശ്യപ്പെടാൻ ലീഗ് അങ്ങനെ ഒരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ല. അതെല്ലാം ഭാവനാസമ്പന്നങ്ങളായിട്ടുള്ള വിവരങ്ങളാണ്. അങ്ങനെ ഒരു സീറ്റ് അധികം അവർ ചോദിച്ചിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ വരുമ്പോൾ കുറച്ച് സീറ്റുകൾ ചോദിക്കുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് സാധാരണത്തെ പതിവ്. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ UDF ആണല്ലോ മുഖ്യമന്ത്രിയാവുക. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വേറെ ആർക്ക് സർവേയുടെ മുൻപന്തിയിലാണെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ UDF മുഖ്യമന്ത്രിയാവും. അപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ, അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഏതായാലും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതുപോലത്തെ അനാവശ്യ ആയിട്ടുള്ള വിവാദത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള നേതാവ് താനാണെന്നാണ് തരൂർ സർവേ. അല്ല, UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ UDFകാരൻ മുഖ്യമന്ത്രിയാവും. മാത്രമല്ല കോൺഗ്രസ്സിലെ വിറക് വെട്ടുന്നവരും വെള്ളം കോരികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാൾ MLAമാരിൽ ആർക്കാണോ മുൻതൂക്കമുള്ളത് ആ വ്യക്തി മുഖ്യമന്ത്രിയാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് വേറെ ആര് സർവേ നടത്തിയാലും ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് പാർട്ടിക്ക് ചില ചട്ടക്കൂടുണ്ട്, അതനുസരിച്ച് കാര്യം നടക്കും. എന്താ അത്? അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനിടയായ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ തെറ്റുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥയിലെ കേരളത്തിൽ അത് ബാധിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥയിലെ കാര്യങ്ങൾ ഭംഗിയായി കാര്യങ്ങൾ നടത്തിയ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. കേരളത്തിൽ അന്നാണ് ഹയസ്റ്റ് മെജോറിറ്റി എന്ന് കോൺഗ്രസ് ഉൾപ്പെട്ട സഖ്യത്തിന് കിട്ടിയത്. അസംബ്ലിയിൽ 140-ൽ 111 സീറ്റും ലോക്സഭയിൽ എല്ലാ സീറ്റുകളും ആ സഖ്യം എന്ന് തൂത്തുവാരി. ആന്ധ്രയിൽ 41 സീറ്റുകളിൽ 40 സീറ്റിലും കോൺഗ്രസ് ജയിച്ചു. കർണാടകത്തിൽ 28 സീറ്റിൽ 26 കോൺഗ്രസ് ജയിച്ചു. നന്നായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് കാര്യങ്ങൾ നടത്തിയ സ്റ്റേറ്റിലൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. അത് പാളിപ്പോയ സ്റ്റേറ്റുകൾ തോറ്റു. അത് ഇന്ദിരാഗാന്ധി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇന്ദിരാഗാന്ധി തന്നെ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ചാപ്റ്റർ ഞങ്ങൾ അന്ന് തന്നെ ക്ലോസ് ചെയ്തു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തന്നെ ആദ്യം തീരുമാനിക്കട്ടെ. അതിനുശേഷം മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞു UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ UDFൻ്റെ നോമിനി മുഖ്യമന്ത്രിയാവും. അത് കേരളത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ UDFലുണ്ട്. കോൺഗ്രസ്സിന് വേണ്ടി വിറക് വെട്ടുന്നവരും വെള്ളം കോരികളുമായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാൾ മുഖ്യമന്ത്രിയാവും. അല്ല, അദ്ദേഹം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കാണ്. നമുക്ക് ആവശ്യം കേരളത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്ന ആളാണ്. കേരളത്തിൻ്റെ 4 ചുമരുകൾക്കുണ്ട്. അല്ല, വിശ്വത്തിൻ്റെ കാര്യം നോക്കട്ടെ, നമുക്ക് കേരളത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.